ബ്രഹ്മഗിരി യാത്രയുടെ ചില്ലാട്ടം തുടങ്ങുന്നത് മാനന്തവാടി തിരുനെല്ലി ബസ് യാത്രയോടെയാണ്. ബസ്സിൻ്റെ മുൻ സീറ്റിലിരുന്ന് ഈ യാത്ര ആസ്വദിക്കുമ്പോൾ ഓരോ വളവും ഓരോ കാഴ്ചയും മനസ്സിനെ കീഴടക്കുന്നതാണ്. ഈ പ്രദേശം വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായ തോൽപ്പെട്ടി വനമേഖലയോട് ചേർന്നതാണ്. ആനകളും മാനും കാട്ടുപോത്തുകളും സഞ്ചരിക്കുന്ന സമ്പന്നമായ വനപ്രദേശമാണ് ഇവിടം. ബസ് ബ്രഹ്മഗിരി മലനിരകളുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന തിരുനെല്ലി എന്ന ചെറു ഗ്രാമത്തിലെത്തി. കേരളത്തിലെ ഏറ്റവും പുരാതനമായ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നായി കരുതപ്പെടുന്ന തിരുനെല്ലി അമ്പലം, ദക്ഷിണകാശി എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. പുരാണങ്ങൾ പ്രകാരം സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഒരു നെല്ലിമരത്തിൻ്റെ ചുവട്ടിൽ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം കണ്ടെത്തുകയും അവിടെ ക്ഷേത്രം സ്ഥാപിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ നിന്നും അല്പമകലെയായി ഒഴുകുന്ന പാപനാശിനി എന്ന തീർത്ഥം വളരെ പ്രസിദ്ധമാണ്. തിരുനെല്ലി ക്ഷേത്രം സന്ദർശിച്ചതിനു ശേഷം ഞങ്ങളുടെ ഗ്രൂപ്പ് സ്റ്റേ ചെയ്യുന്ന എലിഫന്റ് വാലി റിസോർട്ടിലെത്തി. വിശ്രമിച്ചതിന് ശേഷം ഗ്രൂപ്പ് ഒന്നിച്ച് കാളിന്തി നദിക്കരയിലേക്ക് ഒരു കാൽനട യാത്ര. വെള്ളത്തിൻ്റെ സംഗീതവും കാടിൻ്റെ നിശബ്ദതയും ഒന്നിക്കുന്ന ഇടം, അതാണ് കാളിന്തി നദി. തിരുനെല്ലിയുടെ പ്രകൃതി സൗന്ദര്യം പൂർണ്ണമായി അനുഭവിക്കണമെങ്കിൽ ഈ നദിക്കരയിൽ കുറച്ചു നേരമെങ്കിലും ചെലവഴിക്കണം. തിരുനെല്ലിയുടെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്ന മനോഹരമായ നദിയാണ് കാളിന്തി. ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഈ നദി വയനാടിൻ്റെ വനഭംഗിക്കും ഗ്രാമീണ ജീവിതത്തിനും ഒരു പ്രത്യേക ചാരുത നൽകുന്നു. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകുന്ന തെളിഞ്ഞ വെള്ളവും ഇരുവശങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പാർന്ന വനങ്ങളും നദിക്കരയിലെ ശാന്തതയും ചേർന്ന് കാളിന്തിയെ പ്രകൃതി സ്നേഹികളുടെ പ്രിയപ്പെട്ട ഇടമാക്കുന്നു. അടുത്തതായി ഞങ്ങളെത്തിയത് തിരുനെല്ലിയുടെ മറ്റൊരു മനോഹര മുഖമായ നെട്ടറ പാലത്തിലാണ്. വയനാടിൻ്റെ വടക്കേ അറ്റത്ത് ബ്രഹ്മഗിരി മലനിരകളുടെ തഴുകലിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു മനോഹര ഗ്രാമമാണ് നെട്ര. എല്ലാവരും ചായകുടിയും ചെറുകടികളും കഴിച്ച് വർത്തമാനം പറഞ്ഞു പരിചയപ്പെട്ടു. ഫോട്ടോയും റീൽസും എടുത്ത് കുറച്ച് നല്ല സമയം അവിടെ ചിലവഴിച്ചു. നടത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലെത്തി. ഡിന്നറും ക്യാമ്പ് ഫയറും പരിചയപ്പെടലും നാളത്തെ ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും രീതികളും എല്ലാം വിശദമായി പറഞ്ഞു. നാളെ നല്ലൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസിനായി എല്ലാവരും പിരിഞ്ഞു. വയനാടൻ മലനിരകൾ പച്ച പുതച്ച് നിൽക്കുമ്പോൾ ബ്രഹ്മഗിരി മലമടക്കുകൾ ഒന്ന് കയറി ഇറങ്ങിയാലോ? ടുഡേ ഇസ് ദ ട്രക്കിംഗ് ഡേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരു മോർണിംഗ് വാക്കായി ബ്രഹ്മഗിരി ഇക്കോ ടൂറിസം സെൻറ്ററിൻ്റെ ആർച്ചിനടുത്തേക്ക്. അവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഇക്കോ ടൂറിസം ഓഫീസിലേക്ക് ഒരു നടത്തം. ബ്രഹ്മഗിരി ഇക്കോ ടൂറിസം ഓഫീസിലെത്തി. ആദ്യം തന്നെ വാക്കിംഗ് സ്റ്റിക്സ് എടുത്തു. പിന്നെ അവിടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കണം. 8 മണി കഴിഞ്ഞ് ട്രക്കിംഗ് തുടങ്ങുകയുള്ളൂ. മൃഗങ്ങളൊക്കെ ഒന്ന് ഉൾവലിഞ്ഞതിന് ശേഷം. അപ്പോഴേക്കും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ഗ്രൂപ്പുകളായി ആളുകളെത്തി. ബ്രഹ്മഗിരി ട്രക്കിംഗ് തുടങ്ങുകയാണ്. മേഘങ്ങൾക്കിടയിലൂടെ ഒരു സാഹസിക യാത്ര. വയനാടിൻ്റെ വനസൗന്ദര്യം സാഹസികതയും ഒരുമിച്ച് അനുഭവിക്കണമെങ്കിൽ ബ്രഹ്മഗിരി ട്രക്കിംഗ് നിർബന്ധമായും ചെയ്യേണ്ട ഒരു അനുഭവമാണ്. കേരള കർണാടക അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മഗിരി മലനിരകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5276 അടി ഉയരത്തിൽ നിലകൊള്ളുന്നു. തിരുനെല്ലിയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രക്കിംഗ് പാത കാടുകളിലൂടെ പുൽമേടുകളിലൂടെയും മലഞ്ചെരുവുകളിലൂടെയും കടന്നുപോകുന്നു. യാത്രയുടെ ഓരോ ഘട്ടത്തിലും പ്രകൃതിയുടെ വ്യത്യസ്ത മുഖങ്ങൾ കാണാം. വനത്തിൻ്റെ നിശബ്ദത, പക്ഷികളുടെ ശബ്ദങ്ങൾ, തണുത്ത കാറ്റ്, ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന മൂടൽമഞ്ഞ്, ഇതെല്ലാം ചേർന്ന് ഒരു അതുല്യ അനുഭവം സമ്മാനിക്കുന്നു. ബ്രഹ്മഗിരി ട്രക്ക് സാഹസികത മാത്രമല്ല, പ്രകൃതിയോട് കൂടുതൽ അടുത്തറിയാനുള്ള ഒരവസരവുമാണ്. ഓരോ ചൂടും നമ്മെ നഗരജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് അകറ്റി പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം ഇതേപോലെ ഇനി എന്തേരം പോകണം? ഇത് ഇനിയിപ്പോൾ ഒരു 800 മീറ്ററും കൂടി കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ തിക് ഫോറസ്റ്റ് കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ 2.5 കിലോമീറ്റർ ഗ്രാസ് ലാൻഡ് സ്റ്റാർട്ട് ചെയ്യും. കയറി എത്തുന്നത് കേരള കർണാടക ബോർഡറിലാണ്. 1700 മീറ്റർ ഹൈറ്റിലേക്ക്. ഇത് ഫോറസ്റ്റ് ആണ്, തിക് ഫോറസ്റ്റ് ആണ്. ഇത് കഴിഞ്ഞാൽ ശരിക്കും ഫോറസ്റ്റ് കഴിഞ്ഞാണ് ഈ ഗ്രാസ് ലാൻഡ് വരുന്നത്? ഗ്രാസ് ലാൻഡ് വരുന്നത് അങ്ങനെയാണോ? നമുക്ക് ആ ഒരു ഫീല് കുറച്ച് കയറി എത്തുമ്പോൾ തന്നെ മനസ്സിലാവും. പുതിയ അറിവുകളും പുതിയ അനുഭവവുമായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന വിവിധ ഗ്രൂപ്പുകളിലെ ആളുകളുമായി സംസാരിച്ചും പരിചയപ്പെട്ടും ഒരു യാത്ര.
മുകളിലേക്ക് കയറുന്നതിനനുസരിച്ച് കാഴ്ചകൾ കൂടുതൽ മനോഹരമാകുന്നു. പച്ചപ്പാർന്ന താഴ്വരകളും അകലെയായി പരന്നു കിടക്കുന്ന വനങ്ങളും മേഘങ്ങൾ തഴുകുന്ന മലനിരകളും ട്രക്കർമാരെ വിസ്മയിപ്പിക്കും. തിരുനെല്ലിയുടെ വനസൗന്ദര്യത്തിനിടയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മഗിരി വാച്ച് ടവർ പ്രകൃതിയെ ഉയരത്തിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മനോഹര സ്ഥലമാണ്. ഇവിടെ കയറിയെത്തുമ്പോൾ ചുറ്റും പരന്നു കിടക്കുന്ന ബ്രഹ്മഗിരി മലനിരകളും കനത്ത വനപ്രദേശങ്ങളും പച്ചപ്പാർന്ന താഴ്വരകളും ഒരൊറ്റ ഫ്രെയിമിൽ കാണാം. ബ്രഹ്മഗിരി വാച്ച് ടവറിൽ നിന്ന് പുൽമേടുകളിലൂടെ ബ്രഹ്മഗിരി പീക്കിലേക്ക്, വനത്തിൻ്റെ നിശബ്ദതയിൽ നിന്ന് തുറന്ന ആകാശത്തേക്കുള്ളൊരു യാത്ര. ഇതാണ് ബ്രഹ്മഗിരിയുടെ ഏറ്റവും മനോഹരമായ ഭാഗം. കേരള കർണാടക ബോർഡർ വരെയാണ് എത്തുന്നത്. ഇത് എത്ര സമയം എടുക്കുന്നത്? എത്ര കിലോമീറ്റർ ട്രക്കിംഗ് ആണ്? ടോട്ടൽ 5.5 കിലോമീറ്ററാണ് ട്രക്കിംഗ് വരുന്നത്. അതിൽ ആദ്യത്തെ 3 കിലോമീറ്റർ എന്ന് പറയുന്നത് ഇതുപോലെ തിക്ക് ഫോറസ്റ്റ് ആണ്. അതിനുശേഷം 2.5 കിലോമീറ്റർ ഗ്രാസ് ലാൻഡാണ് കയറുന്നത്. അപ്പോൾ ഗ്രാസ് ലാൻഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെയും വെള്ളം കിട്ടത്തില്ല. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കേരള കർണാടക ബോർഡർ. ഈ സ്ട്രീംസ് ഒന്നും ഇല്ല ഇതിൻ്റെ ഇടയിൽ? ഈ ഗ്രാസ് ലാൻഡിൽ എവിടെയും നമുക്ക് വെള്ളത്തിന് സാന്നിധ്യം ഇല്ല. ഇപ്പോൾ 2.5 കിലോമീറ്റർ അങ്ങോട്ട്, തിരിച്ച് 2.5 കിലോമീറ്റർ ഇങ്ങോട്ട്, 5 കിലോമീറ്റർ നമുക്ക് വെള്ളം ഉണ്ടാവില്ല. വാച്ച് ടവർ പിന്നിലാക്കി മുന്നോട്ട് നടക്കുമ്പോൾ കാടിൻ്റെ തണലിൽ നിന്നിറങ്ങി വിശാലമായ പുൽമേടുകളിലേക്ക് എത്തുന്നു. ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുമ്പോൾ കാഴ്ചകൾ കൂടുതൽ മനോഹരമാവുകയാണ്. ഇടതുവശത്ത് പച്ചപുതച്ച മലനിരകൾ, വലതുവശത്ത് മേഘങ്ങൾ തഴുകുന്ന താഴ്വരകൾ, മുന്നിൽ അനന്തമായി നീണ്ടുകിടക്കുന്ന പുല്ലിൻ്റെ സമുദ്രം. പശ്ചിമഘട്ടത്തിൻ്റെ ഷോല ഗ്രാസ്ലാൻഡ് ആവാസ വ്യവസ്ഥയുടെ അപൂർവ സൗന്ദര്യം ഇവിടെ നേരിട്ട് അനുഭവിക്കാം. ഇവിടെ വീശുന്ന തണുത്ത കാറ്റ് യാത്രയുടെ ക്ഷീണം മുഴുവൻ ഇല്ലാതാക്കും. കുറച്ചു ദൂരം പിന്നിട്ടാൽ കയറ്റം അല്പം കഠിനമാകും. പക്ഷേ ഓരോ കയറ്റത്തിനും ഒടുവിൽ ലഭിക്കുന്ന കാഴ്ചകൾ ആ ക്ഷീണം മറക്കാൻ മതിയാകും. ബ്രഹ്മഗിരിയുടെ കൊടുമുടിയിലെ കേരള കർണാടക ബോർഡർ. ഇവിടെ നിന്ന് ലോകത്തെ നോക്കുമ്പോൾ മനസ്സിലാകും ചില ലക്ഷ്യസ്ഥാനങ്ങൾ കാണാൻ മാത്രമല്ല അനുഭവിക്കാൻ കൂടിയുള്ളതാണെന്ന്. ഓരോ ചുവടും ഓരോ ഓർമ്മയും ഓരോ കാഴ്ചയും ഓരോ കഥയുമായി മാറുന്ന യാത്രയാണ് ബ്രഹ്മഗിരി ട്രക്കിംഗ്. Sometimes the destination is beautiful, but the journey through the forest of Brahmagiri is the real magic. Thanks for watching Chillatam. For more videos, please subscribe our channel.